ഹലോ എവ്രി വൺ, ഞങ്ങളിപ്പോൾ ഉള്ളത് വിതൻസിയിലുള്ള ഒരു ഹോളിഡേ വില്ലേജിലാണ്. വിതൻസി സാൻഡ് ഹോളിഡേ വില്ലേജ് എന്നാണ് ഈ അക്കോമഡേഷന്റെ പേര്. കരവാൻ അക്കോമഡേഷൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, പക്ഷെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ ആർക്കെങ്കിലും ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് മാത്രം വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ. ഇത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആയിരുന്നു. ഞങ്ങൾ ഇത്രയും നാൾ ബുക്ക് ചെയ്തൊരു അക്കോമഡേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരുന്നു ഇത്. ഇതിനകത്ത് ഈ പാർക്കിനകത്ത് ഒരു 500-ൽ പരം കാരവാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ലെഷർ സെന്റർ ഉണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ഒരു വലിയ ബാർ ആൻഡ് റെസ്റ്റോറന്റ് ഉണ്ട്. എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പുറത്തു പോകേണ്ട ഒരു കാര്യമില്ല. ഒരു ചെറിയൊരു ലോക്കൽ ഷോപ്പ് ഉണ്ട്, കോർണർ ഷോപ്പ് പോലൊരു സംഭവം. എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടും. നല്ലൊരു സ്റ്റേ ആയിരുന്നു. അപ്പോൾ കാരവാനിലുള്ളിലെ കാഴ്ചകളും കൂടെ ഒന്ന് കാണിക്കാം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻസ് തുടങ്ങുന്നത്. കാരവാൻ നേരെ വരുമ്പോഴേ ടോയ്ലറ്റ് ആൻഡ് ഷവർ റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഷവർ റൂമും ടോയ്ലറ്റും കൂടിയാണിത്. പിന്നെ ഇത് ഓപ്പൺ കിച്ചൺ കം റിസപ്ഷൻ ഏരിയ ആണ്. ഒരു ഗ്യാസ് കുക്കർ ഉണ്ട്, ഡൈനിങ് ടേബിള്, സോഫ, കിച്ചൺ യൂണിറ്റ്സ്, TV. പറയാതിരിക്കാൻ പറ്റില്ല, ഇവിടുത്തെ ഹീറ്റിംഗ് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നത് ക്രിസ്മസ് ഹോളിഡേ ടൈമിലാണേലും നമുക്ക് ഒട്ടും ഈവൻ വീട്ടിലേക്കായും കോസി ആയിട്ട് ഇവിടെ ഫീൽ ചെയ്തു. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹീറ്റിംഗ് ആയിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഡബിൾ ബെഡ്റൂം. ഇതിനകത്തിലെ പിന്നെ അതിന്റെ കൂട്ടത്തിലൊരു ഷെൽഫും ഒക്കെ ഉണ്ട്, വാർഡ്രോബ് ഉണ്ട് ഇതിനകത്ത്, ഹീറ്റിംഗ് ഉണ്ട്. അതുപോലെ ഇതൊരു സിംഗിൾ ബെഡ്റൂം ആണ്. 2 സിംഗിൾ ബെഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ അടുത്ത 3rd ബെഡ്റൂം ഇതാണ്. ഇവിടെയും 2 സിംഗിൾ ബെഡ് ആണ്. പിന്നെ ഒരു എക്സ്ട്രാ ടോയ്ലറ്റ് ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടോയ്ലറ്റ് ആണത്. ഇത് ഞങ്ങള് താമസിച്ച റോഡിലെ കാരവാൻസ് ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഏക്കർ കണക്കിന് സ്പേസ് ഉണ്ട് ഈ വില്ലേജിനകത്ത്. അത് ഓരോ റോഡിനും ഒരു പ്രത്യേകം പേരുകളുണ്ട്. ഞങ്ങളുടെ റോഡിന്റെ പേര് ഹേസൽ ഗ്രോവ് എന്നായിരുന്നു. ഞങ്ങൾ ഈ അക്കോമഡേഷൻ ബുക്ക് ചെയ്തത് bookings.com വഴിയാണേ. അതുപോലെ പല സൈറ്റുകളിൽ കൂടെയും നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു കടലിനടുത്തായിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു. സീ സൈഡിലാണിത്. പക്ഷെ നമുക്ക് ഇതിനകത്തുനിന്ന് വില്ലേജിൽ നിന്ന് ഡയറക്റ്റ് സീയിലേക്ക് ആക്സസ് ഒന്നുമില്ല. അതിന് നമ്മൾ പുറത്ത് മെയിൻ റോഡിൽ കൂടെ തന്നെ പോകണം. ഇതാണ് ഇവിടുത്തെ ലെഷർ സെന്റർ. ഇതിനകത്ത് തന്നെയാണ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റും സ്വിമ്മിംഗ് പൂൾ, ഗെയിം ജംഗ്ഷൻ എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് വളരെ ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാരവാൻ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇവിടെ ഫോർ സെയിലിന് കുറേ കാരവാൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മോർഗേജ് വഴിയോ അല്ലാതെയൊക്കെ കാരവാൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇവിടെ ഉണ്ട്. മീറ്റ് അവർ നെയ്ബേഴ്സ്. കണ്ടോ, ഞങ്ങൾക്ക് 2 നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, ഇവരാ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് കൽഹാന.